വിജയൻ, ഞാൻ മാലതിയെ വിട്ട് വിജയനെ ക്ഷണിച്ചത് ഒരു പ്രത്യേക കാര്യത്തിനായിട്ടാണ്. എനിക്ക് വിജയന്റെ ഒരു ഉപദേശം. അതെ, എനിക്ക് ഒരു ഫുട്ബോൾ ടീം തുടങ്ങിയാൽ കൊള്ളാമോ? അത് ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഉപദേശിക്കാനെന്നിരിക്കുന്നു. നല്ല കളിക്കാരുണ്ടെങ്കിൽ ടീമായി. അല്ല, അത് ശരി, അത് നല്ല കളിക്കാരെ വേണ്ടേ? സാമാന്യം കളിച്ചു തുടങ്ങിയാല് അന്യ രാജ്യക്കാർ വന്ന് കൂടുതൽ ശമ്പളവും കൂടുതൽ ഉദ്യോഗവും കൊടുത്ത് അവർ കൊണ്ടുപോയില്ലേ? ഫുട്ബോൾ കളിയേക്കാൾ വലുതാണല്ലോ ജീവിതം. എനിക്ക് അവിടെയാണ് സംശയം. ഫുട്ബോൾ കളിക്കാൻ വേണ്ടി ജീവിക്കുന്നു അതോ ജീവിക്കാൻ വേണ്ടി ഫുട്ബോൾ കളിക്കുന്നു? രണ്ടും കൂടി യോജിപ്പിച്ചുകൊണ്ട് പോകുന്നതാണ് നല്ലത്. എക്സ്ക്യൂസ് മീ മിസ്റ്റർ വിജയൻ, എത്ര രൂപ ശമ്പളമുണ്ട്? ഓഹോ, ആളിന്റെ വയസ്സും വരുമാനവും ചോദിക്കുന്നത് മര്യാദകരാണെന്ന് എനിക്കറിയാം. എന്നാലും ഇത്രയൊക്കെ നമ്മൾ അടുത്ത് പഴകിയ സ്ഥിതിക്കാൻ ചോദിച്ചു പോവാണ്. 500 600? അയ്യോ, അത്രയ്ക്കൊന്നുമില്ല. അത്രയൊന്നും അല്ലെന്നോ ഇല്ലെന്നോ? എനിക്ക് 250 രൂപ ശമ്പളമുണ്ട്. എത്ര? 250 രൂപയോ? സത്യമാണോ മിസ്റ്റർ വിജയൻ പറയുന്നത്? അതെ സർ. മിസ്റ്റർ വിജയനെ പോലുള്ള ഒരു ഫുട്ബോൾ താരത്തിന് വെറും 250 രൂപയോ? ക്ഷമിക്കണം മിസ്റ്റർ വിജയൻ, സോറി, ഞാൻ അറിയാതെ ചോദിച്ചു പോയതാ. ഇനി ചോദിക്കില്ല. വിജയൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. കളിയും ജീവിതവും യോജിപ്പിച്ചുകൊണ്ട് പോകണമെന്ന് മിസ്റ്റർ വിജയൻ പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ഇന്നത്തേതിനേക്കാൾ നല്ല ഒരു ഉദ്യോഗവും കൂടുതൽ ശമ്പളവും തരാൻ ആരെങ്കിലും ഒരുക്കമാണെങ്കിൽ വിജയൻ അങ്ങോട്ട് പോകും. അതിപ്പോൾ ഫുട്ബോൾ കളിയേക്കാൾ വലുതാണ് ഒരു ജീവിതം. കളിയും ജീവിതവും യോജിപ്പിച്ചു കൊണ്ടുപോകണം. അത് മറക്കരുത്. അതാണ് നല്ലത്. എന്നെ സംബന്ധിച്ചിടത്തോളം, വിജയനെ സംബന്ധിച്ചിടത്തോളം തന്നെയാണ് പറയുന്നത് ഞാനും. ഇന്നത്തേക്കാൾ നല്ല ഒരു ജോലി, നല്ല ഒരു ശമ്പളം. എന്താ എന്റെ കമ്പനി ജോലിക്ക് വരുന്നത്? മനസ്സിലായി? ഇന്നത്തേക്കാൾ നല്ലൊരു ശമ്പളം, അതായത് 500 രൂപ ശമ്പളം. പിന്നെ വിജയന് ഒരു പരിഗണന എന്നുള്ള നിലയ്ക്ക് ഫ്രീ ക്ലാസ്. എന്താ ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി. വേണമെങ്കിൽ 2-3 മാസത്തെ ശമ്പളം അഡ്വാൻസ് ആയിട്ട് വാങ്ങിച്ചു. അത് പ്രയാസമുള്ള കാര്യമാണ്. പ്രയാസമോ? എന്തോന്ന് പ്രയാസം? എന്തൊക്കെയായാലും കടപ്പാടൊന്നുമില്ല. എന്താണ് വിജയൻ? അവിടെ ജോലി ഉള്ളിടത്തോളം കാലമല്ലേ കടപ്പാടുള്ളൂ. മാത്യു കോഷിയോട് വിജയൻ എന്താ കടപ്പാട്? അദ്ദേഹത്തിനോടുള്ള കടപ്പാടല്ല ഞാൻ പറയുന്നത്. എന്നെ ഞാനാക്കി മാറ്റി മറ്റൊരാളുണ്ട്. ഓ, കോച്ച് വിജയൻ നല്ല നിലയിൽ ഇരിക്കണമെന്നുള്ളേ കോച്ച് വിളിക്കാറുള്ളൂ. പോട്ടെ, വിജയന്റെ അഭ്യുദയകാംക്ഷിയായ കോച്ച് പിള്ളയോട് ആലോചിച്ചതിന് ശേഷം മറുപടി പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. കാര്യം കിട്ടുന്നല്ലോ. പോണേ, പോയില്ല. ഇതെന്തുവാണ്? ഞാൻ കിടിയാണോ കൊത്തിയാൻ നടക്കുന്നത്? നിന്റെ ഒരു ഉരുട്ട് 1 മണിക്കൂറായി എന്തോ നടക്കുന്നു. നിങ്ങളെ സമ്മതിച്ചിരിക്കും. നിങ്ങൾ വെറും ഒരു കോച്ചാണ്. സത്യം പറഞ്ഞാൽ രവീന്ദ്രൻ കളിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എന്റെ ചങ്കല. പിന്നെ നിങ്ങളുടെ ഒറ്റ ഒരാളുടെ സാമർത്ഥ്യം കൊണ്ട് മാത്രമാണ് കളിയിൽ. അത് ശരി. കളി ജയിച്ചത് വിജയന്റെ താമസം കൊണ്ട് മാത്രം. അതാണ് പരമാർത്ഥു. കളി കണ്ടവരുടെ ആചാരത്തെ പറ്റി പറയുകയും ചെയ്തു. കേട്ടോ അച്ഛനെ, ഈ വിജയൻ നമ്മളൊരു മുതല. അത് ശരിയാ. അത് സംബന്ധിച്ചൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത്. വിജയന്റെ കഴിവ് വെച്ച് നോക്കുമ്പോൾ മുതലാളി കൊടുക്കുന്ന ശമ്പളം വളരെ കുറവാണ്. എന്നിതാര് പറഞ്ഞു? ആരെങ്കിലും പറയണോ? എനിക്കറിയാമില്ല. അതുകൊണ്ട് എന്തെങ്കിലും കൂടെ കൂട്ടി കൊടുക്കണം. ആശാരന് വെറുതെ ഇരിക്കുന്നുണ്ടോ? പിള്ളേരെ വഷളാക്കാനുള്ള പണിയും കൊണ്ട് വന്നിരിക്കുന്നു. ചേട്ടാ, മനസ്സിന് കളി ജയിച്ചാൽ ഉടനെ ശമ്പളം കൂട്ടി കൊടുക്കും. അങ്ങനെ എല്ലാ കളിക്കും കൊടുക്കണം. അങ്ങനെ ഓരോ കളിക്കാരും ശമ്പളം കൂടുതൽ ചോദിച്ചാൽ എന്റെ യാത്രയിൽ കൂട്ടി പോരുക. പക്ഷേ അർഹതയുള്ളവരെ അവഗണിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ തന്നെ ശമ്പളം കൂടുതൽ കൊടുക്കാമെന്ന് പറഞ്ഞ് വിജയനെ പലരും സമീപിക്കുന്നുണ്ട് എന്ന് വിജയൻ പറഞ്ഞു അല്ലേ? വിജയം പറഞ്ഞു. അല്ലാതെ തന്നെ എനിക്ക് ബോധ്യമുള്ള കാര്യമാണ്. പിന്നെ ഒരു കടപ്പാടിന്റെ പുറത്ത് മാത്രം അയാൾ പോകാൻ നിൽക്കുന്നു. ആശാന് വേറെ ജോലിയുണ്ട്. ഇതൊക്കെ വെറും കളിപ്പീരാശാന് നമ്മളെ വിരട്ടാനുള്ള പഞ്ഞത്. അല്ല, അവൻ ഇത്രമേ വലിയ പ്രിയമാണെങ്കിൽ അവൻ അങ്ങോട്ട് ചെല്ലട്ടെ.
കമ്പനിയിലേക്ക് പോകണമെന്നാണ്. അതിപ്പോൾ അച്ഛൻ നിർബന്ധിച്ച് പറഞ്ഞേക്കാണ്. ഇതുപോലെ ഒരു നല്ല സന്ദർഭം കിട്ടിയത് വാഴാട്ടികളെ അയക്കാൻ വേണ്ടി പറയുന്നത് ഇല്ല. ഞാൻ നിർബന്ധിച്ച് പറഞ്ഞയക്കുന്നത് തന്നെയാണെന്ന് വരും. വിജയൻ എന്നോടുള്ള കടപ്പാടിനെ പറ്റിയല്ലേ സംസാരിച്ചത്? എന്താ കടപ്പാട്? ഞാൻ വിജയനെ ഫുട്ബോൾ കളി പഠിപ്പിച്ചു. ആ ഫുട്ബോൾ കളി കൊണ്ട് എവിടെ പോയാലും വളർന്നു വലുതാവുന്നതിന്റെ പരമാവധിയിൽ എത്തുന്നതാണ് എന്നോടുള്ള കടപ്പാട്. അതുകൊണ്ട് നിശ്ചയമായിട്ടും മിസ്റ്റർ കെ ബി കെ നായരുടെ കമ്പനിയിലെ ജോലി സ്വീകരിച്ചേ പറ്റൂ. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ ബന്ധങ്ങളും മുറിച്ചെറിഞ്ഞ് എന്നെ ഇവിടുന്ന് പറഞ്ഞിരിക്കുകയാണ് അല്ലേ? അതും കൊള്ളാം. വേറൊരു കമ്പനിയിൽ ജോലി പ്രവേശിക്കുന്നു എന്ന് വെച്ച് എല്ലാ ബന്ധങ്ങളും മുറിഞ്ഞു പോകണമെന്ന് കഴിയുമെങ്കിൽ നാളെ തന്നെ അവിടെ ചെന്ന് ജോലിയിൽ പ്രവേശിക്കും. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഞാൻ ഇന്ന് തന്നെ ഈ വിവരത്തിന് ചന്തത്തിൽ കത്തെഴുതുന്നു. അവന് നേരുണ്ടോ? നെറിവുണ്ടോ? അവന് നാണമുണ്ടോ? നന്ദിയുണ്ടോ? അവന് വലുതുമുണ്ടോ? ആശാന്റെ അരിമ ശിക്ഷയില്ലേ? ആശാൻ തന്നെ പറ. ഇപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചെന്ന് പറയാം. ഇവിടെ ഒന്നും സംഭവിച്ചില്ലേ? രൂപ മുടക്കി ഞാൻ കളി പഠിച്ചപ്പോൾ കമ്പനിയിൽ വന്നു. ഇത് നിസ്സാരമായ ഒരു കാര്യമാണ്. അത് ഞാൻ അന്നേ പറഞ്ഞില്ലേ. ആശാൻ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു കളിയായിരിക്കും. എന്നാ ഇതും കളിയാണെന്ന് വിശ്വസിച്ചാ മതി. ശമ്പളത്തിൽ എന്തെങ്കിലും ശകലം കൂടുതൽ കൊടുക്കാൻ പറഞ്ഞപ്പോ മുതലാളി അവന്റെ അടുത്ത് പറഞ്ഞു പോയി തോട് തേകാൻ. അവൻ തോട് തേകാനൊന്നും പോയില്ല. നേരെ കെ വി കെ നായരുടെ കമ്പനിയിലോട്ട് പോയി. അതിനകത്ത് ഇത്ര വെപ്രാളം പറയാനിരിക്കും. വെപ്രാളം എനിക്കോ? അപകട വിജയം വരുന്നതിന് മുമ്പും നമ്മൾ കളിച്ചിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട്, ട്രോഫി വാങ്ങിയിട്ടുണ്ട്. ഈ കെ വി കെ നായരുടെ കമ്പനി ടീമിനെ തന്നെ നമ്മൾ പല പ്രാവശ്യം പൊട്ടിച്ചിട്ടില്ലേ? പല പ്രാവശ്യം പൊട്ടിച്ചു. അതുപോലെ ഇനി പൊട്ടിക്കും. എന്ന് വെച്ചാൽ വിജയൻ വന്നതും പോയതും ഒരു പ്രശ്നമേ അല്ലെന്ന് നമ്മൾ തെളിയിക്കും. അതെ, അതാണ് അന്തം. അങ്ങനെ പറവലോസേ. അപ്പോഴേ കേട്ടോശനെ, അവൻ നമ്മളോട് നന്ദികേട് കാണിച്ച് വലിയ ആളായിട്ടല്ലേ അവിടെ ചെന്നിരിക്കുന്നത്. ചെന്ന പാടെ അവന് ഒന്ന് ഇരുത്തണം. അതായത് കളിക്ക് തോൽപ്പിക്കണം. ആ കളിക്ക് നോട്ടീസ് കൊടുത്തേക്കാം. കളി ടീമും നമ്മുടെ ടീമും തമ്മിൽ ഒരു മത്സരം. ടിക്കറ്റ് ഇല്ലാതെ വെറും ഒരു എക്സിബിഷൻ മാച്ച് എന്ന് വെച്ചാൽ വിജയനെ തോൽപ്പിക്കാനുള്ള കളി എന്നാണ്. അങ്ങനെ കാര്യമായിട്ട് പറയാം. മാത്യു കളി പറയത്തില്ല. വിജയന് പകരം ആര് വിളിക്കും? അങ്ങനെ ചോദിക്ക്. വിജയന് പകരം ഒരാള് കളിക്കും. ആര്? മുതലാളി. എന്തുവാടാ നിന്റെ തൊഴിലാളി? ഞാൻ നല്ലൊരു ഫുട്ബോൾ പ്ലെയർ എന്ന കാര്യത്തിൽ കോച്ചുപിള്ളക്ക് സംശയമുണ്ടോ? ഞാൻ എന്തിനാ വെറുതെ ആവശ്യമില്ലാതെ സംശയിക്കുന്നു? എന്റെ ബംഗ്ലാവിൽ ഒരു മുറി നിറച്ച് കപ്പിരിക്കുന്നത് കോച്ചുപിള്ള കണ്ടിട്ടുണ്ടോ? പലരും ചെയ്യുന്നത് പോലെ മുതലാളിയും അത് സ്വന്തം ചെലവിൽ ജയിച്ചു വെച്ചിരിക്കുന്നതാണെന്ന് ആ ആളുകൾ പറയുന്നത്. നിന്നോട് ആരെങ്കിലും ചോദിച്ചോടാ? ആളുകൾ പറയണ്ട. അത് നീ എന്തിനാ പറയാ? അപ്പോ മത്സരത്തിന് വേണ്ടി നോട്ടീസ് കൊടുത്തു വെക്കാം. ചുമ്മാ കൊടുത്തേ. അപ്പോഴേ പണ്ട് കെ വി കെ നായരും പന്തിന്റെ പുറകെ ഓടിയിട്ടുള്ളതാണ്. ചുണയുണ്ടെങ്കിൽ കളിക്കാനാക്കാം. ഞാൻ കളിക്കുന്ന വിവരം നോട്ടീസിൽ പ്രത്യേകം. നമ്മൾ ഇതുവരെ എവിടെയെങ്കിലും പോയി കളിച്ച് തോറ്റിട്ടുണ്ടോ എന്റെ കോച്ചാശാനെ? ജയിക്കട, വീണ്ടും വീണ്ടും ജയിക്കട. കണ്ടോ? എന്തൊക്കെയാണെങ്കിലും ഇത് നേരിടാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ടീം ഒക്കെ റീഓർഗനൈസ് ചെയ്യും. എന്താ വിജയം പറയാറുണ്ട്? ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ പറയണോ? അതേ വേണ്ടു. ഇത് നമ്മളെ മനഃപൂർവ്വം അവമാനിക്കാനുള്ള വെല്ലുവിളിയാണെന്നതിന് യാതൊരു സംശയമില്ല. അല്ലെങ്കിൽ മിസ്റ്റർ വിജയന് വേണം ഈ മാച്ച് കളിക്കാൻ ധൈര്യപ്പെടും. അദ്ദേഹം പഴയ സ്പോർട്സ്മാൻ ആണെന്ന് തോന്നുന്നു. എന്നാൽ ഞാനും പഴയ ഒരു കളിക്കാരനാണ് കേട്ടോ. നമുക്കൊന്ന് നോക്കിക്കളാം. എടാ കൂട്ടാ, എന്റെ പഴയ പ്രശ്നമെടുക്കണോടാ. കളി വെടിക്ക് വെടി അടിക്കണ്ട. Dr. Vijay, Raghu, Hanifa, Angavi. ഇത് ക്യാപ്റ്റൻ സണ്ണി.
അതിന് കളി കഴിഞ്ഞില്ലല്ലോ, ഇന്റർവെൽ ആയതല്ലേ ഉള്ളൂ. അത് തന്നെ ഞാനും പറഞ്ഞത്. ഇന്റർവെൽ ആയപ്പോൾ ഇതേ ഓരോ തടന്നു കിടക്കുന്നു. ഈ കണക്കിന് ട്രോഫി എങ്ങനെ വാങ്ങിക്കും? ഈ വിജയം എനിക്ക് വേണ്ടായിരുന്നു. ഞാൻ എന്നെ തന്നെ തോൽപ്പിച്ചതുപോലെ എനിക്ക് തോന്നുന്നു. വിജയേട്ടൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇന്നലെ വരെ എന്നോടൊപ്പം കളിച്ച ടീമിനെയും രവിയെയും ഒന്നും ഞാൻ തോൽപ്പിക്കാൻ പാടില്ലാത്തതായിരുന്നു. എനിക്ക് ഏതായാലും സന്തോഷമായി. വലിയേട്ടൻ ഇതേവരെ എങ്ങും തോൽക്കാതെ ഒരു അഹങ്കാരിയായിട്ട് നടന്നതാണ്. ആ വലിയേട്ടനെ വിജയേട്ടൻ തന്നെ തോൽപ്പിച്ചത് ഏതായാലും നന്നായി. വല്യേട്ടൻ തോറ്റതിലാണോ അതല്ല വിജയം ജയിച്ചതിലാണോ നിനക്ക് സന്തോഷം? ഒരു മൃഗത്തിനുള്ള നന്ദി പോലും ലഭിക്കാതെ പോയല്ലോ. വല്യേട്ടന്റെ വിജയം തോൽപ്പിച്ചത് നിനക്ക് വലിയ സന്തോഷമായി പോയി അല്ലേ? എന്റെ തോൽവി ആ കമ്പനിയുടെയും തോൽവിയാണ്, അറിയാമോ? അവിടെ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൊണ്ടാണ് നീ ഇവിടെ ആഹാരം കഴിക്കുന്നത്. ഓർമ്മ വേണം. ഇങ്ങനൊരു ആപത്ത് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്താകത്ത്? തനിക്ക് നല്ലൊരു ജോലി കിട്ടി, പോരാത്തതിന് ആരാധകരും വർദ്ധിച്ചു. ഇത് കൂടുതൽ എന്ത് വേണം? എന്തായാലും നമ്മൾ തമ്മിൽ മത്സരിക്കേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതി. അങ്ങനെ ഭംഗിവാക്കൊന്നും പറയാം. അത്രയേറെ ആളുകൾ കാണുക നീ എന്റെ മുന്നിൽ ബോൾ വെച്ചിട്ട് മാറുന്നത് അതെന്നെ അവമാനിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. ഫൗൾ ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ ഞാനെന്ത് ചെയ്യും? ഫുട്ബോൾ കളിക്കാൻ അറിയാൻ പറഞ്ഞെങ്കിൽ പോയി ഓലക്കൊണ്ട് കെട്ടി കളിച്ച് പഠിക്കണം. അല്ലാതെ കളിച്ച് മിടുക്കന്മാരായി വളർന്നു വരുന്നവരുടെ നേരെ വഴക്കനിയില്ലെന്നുണ്ട്. ആശാൻ എന്നെ നിർബന്ധിക്കരുത്. എനിക്ക് ഈ ജോലി വേണം. കഴിയുമെങ്കിൽ എനിക്ക് ആ പഴയ ജോലി നിന്ന് വാങ്ങിച്ചു തന്നാൽ മതി. വിജയൻ ഈ ജോലി തന്നെ വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടെങ്കിലും വിജയനെ പന്തുകളി